ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ VR സീരീസിൻ്റെ 9ാമത്തെ എപ്പിസോഡാണ് കാണാൻ പോകുന്നത്. എപ്പിസോഡിലേക്ക് കടക്കുന്നതിന് ഭയങ്കര സീരിയസ് ആയിട്ടൊരു കാര്യം പറയാനുണ്ട്. ആക്ച്വലി ഞാൻ മുമ്പ് ഇടയ്ക്ക് ചാനൽ നിർത്താൻ പോകുന്നതിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ആ ഒരു സിറ്റുവേഷനിലേക്ക് എത്തിക്കുകയാണ്. പക്ഷേ ഞാൻ നിർത്തുന്നില്ല. നിർത്തേണ്ടി വരുമോ എന്ന് എനിക്ക് അറിയത്തില്ല. ആക്ച്വലി എൻ്റെ ക്ലാസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതുകൊണ്ട് തന്നെ ഞാൻ മിക്കവാറും ഹോസ്റ്റലിലേക്ക് മാറാൻ ഒരു ചാൻസ് ഉണ്ട്. മിക്കവാറും എന്നല്ല, മാറുന്നുണ്ട്. സോ ഒരു 1 വീക്കും കൂടെ കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അങ്ങോട്ട് ഡെയിലി വീഡിയോസ് ഇടാൻ പറ്റിയെന്ന് വരത്തില്ല. ആ ഒരു ഇത് നീണ്ടു പോകത്തൊന്നുമില്ല. പെട്ടെന്ന് തന്നെ ഓക്കെ ആക്കാൻ ട്രൈ ചെയ്യാം. പക്ഷേ എന്നാലും അത് എത്ര കാലം നീണ്ടുപോകും, എത്ര കാലം ഇങ്ങനെ വീഡിയോസ് ലേറ്റായി ഇടേണ്ടി വരുമെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ഒരു 1 വീക്കും കൂടെ എനിക്ക് ഡെയിലി ഇടാൻ പറ്റിയെന്ന് വരും. അതിനുശേഷം അങ്ങോട്ട് ഡെയിലി ഇടാൻ പറ്റിയെന്ന് വരത്തില്ല. എന്തൊക്കെയായാലും ഇടാനായിട്ടുള്ള വഴികളൊക്കെ ഞാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അതെനിക്കൊന്ന് പറയണമെന്ന് തോന്നി. അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് ചിലപ്പോൾ ആഴ്ചയിൽ 1-2 വീഡിയോസ് മാത്രമായിരിക്കും വരാൻ പോകുന്നത്. അതിന് എനിക്കിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനാണ്. ഞാൻ കുറേ ട്രൈ ചെയ്യുന്നുണ്ട്. പറ്റുവാണേ ഞാൻ മിക്ക ദിവസം ഇടുന്നതായിരിക്കും. പക്ഷെ നടക്കുമെന്ന് തോന്നുന്നില്ല. എന്തായാലും ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്. അത് നടക്കത്തില്ലെങ്കിൽ ഞാൻ വീക്കിലി ആകെ 1-2 വീഡിയോസ് മാത്രമേ ഇടത്തുള്ളൂ. അങ്ങനെ വീക്കിലി ഇടാൻ പറ്റാതെയും കൂടി ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ നിർത്തേണ്ട ഒരു സിറ്റുവേഷനിലേക്ക് എത്തിപ്പെടും. സോ അങ്ങനെ വരാതിരിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. എനിക്ക് ഈ ചാനൽ നിർത്തിയിട്ട് പോകാനും സത്യം പറഞ്ഞാൽ ആഗ്രഹമില്ല. എനിക്കിഷ്ടപ്പെട്ടൊരു കാര്യമാണിത്. ഞാൻ ആഗ്രഹിച്ച് ചെയ്യുന്ന ഒന്നാണിത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ വീഡിയോ ഇടുന്നതും കുറയുന്നതിൽ എനിക്ക് നല്ല സങ്കടമുണ്ട്. ട്രൈ ചെയ്യുന്നുണ്ട്. പറ്റിയാണേ ഞാൻ ഉറപ്പായിട്ടും മിക്ക ദിവസവും വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് എപ്പിസോഡ് തുടങ്ങാം. എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ് കാണിക്കുന്നത് ഭീമും പുമ്മും വോളണ്ടിയർ ക്യാമ്പിന് പോകാനായിട്ട് റെഡിയായി എത്തിയതാണ്. ഭീമിനെ കണ്ടിട്ട് പുമ്മ അവനോട് ഇന്നലെ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ നീ അങ്ങ് കിടന്നുറങ്ങിയില്ലേ എന്ന് പറയാണ്. ഭീമപ്പോൾ പിന്നെ ഉറങ്ങാതെ നിനക്ക് ഏത് ഡ്രസ്സ് കൊണ്ടുപോകണമെന്ന് സെലക്ട് ചെയ്തിട്ടും തീരുന്നില്ല, എനിക്കാണെങ്കിൽ നല്ല ഉറക്കം വന്നു എന്ന് പറയാണ്. അവരങ്ങനെ സംസാരിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് ക്ലുവൻ വന്നിട്ട് ഭീമിനോട് സംസാരിക്കുകയാണ്. ക്ലുവൻ ഭീമിനോട് താൻ ഈ ക്യാമ്പിന് പോകാൻ എക്സൈറ്റഡ് ആണെന്ന് പറയാണ്. ഭീമപ്പോൾ നീ ആദ്യമായിട്ടാണോ ക്യാമ്പിന് പോകുന്നതെന്ന് ചോദിക്കുകയാണ്. ക്ലുവനതിന് അല്ല, ഇനുമ്പ് പോയിട്ടുണ്ട്, പക്ഷെ അപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ഞാൻ ഒറ്റയ്ക്കല്ലേ, അതുകൊണ്ട് ഞാൻ നിൻ്റെ കൂടെ നിന്നോട്ടെ, നീ എവിടെ പോയാലും ഞാൻ നിൻ്റെ കൂടെ വന്നോട്ടെ എന്ന് ഭീമിനോട് ചോദിക്കുകയാണ്. ഭീമത് സമ്മതിക്കുന്നുണ്ട്. എന്നാൽ ഭീം ക്ലുവനോട് സംസാരിക്കുന്നത് പുമ്മിന് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. അവൻ ഫുള്ള് ജലസടിച്ച് നിൽക്കുകയാണ്. അങ്ങോട്ടേക്ക് പന്ന് വന്നിട്ട് ലഗേജ് എല്ലാം എടുത്തു വെച്ചെങ്കിൽ എല്ലാവരും വണ്ടിയിൽ കയറാൻ പറയാണ്. അങ്ങനെ ഓരോരുത്തരായിട്ട് വണ്ടിയിൽ കയറി തുടങ്ങാണ്. ഭീമ വണ്ടി കയറിയപ്പോൾ ക്ലുവൻ ഭീമിനെ വിളിച്ച് അവൻ്റെ അടുത്തിരുത്താണ്. ഇത് കണ്ടപ്പോൾ പുമ്മിന് ക്ലുവനോടുള്ള ദേഷ്യവും ജലസവും ഒക്കെ കൂടി വരാണ്. പന്ന് മിക്കിനെ അവൻ്റെ അടുത്തിരുത്താണ്. ടോയ് കയറിയ സമയത്ത് ക്യൂവിനെ ജലസാക്കാനുള്ള പ്ലാൻ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തതുകൊണ്ട് തന്നെ പന്ന് ടോയിയോട് ചെയിനിൻ്റെ അടുത്തേക്ക് ചെന്നിരിക്കാൻ പറഞ്ഞായിരുന്നു. ടോയ് അങ്ങനെ പന്ന് പറഞ്ഞാൽ തന്നെ ചെയിനിൻ്റെ അടുത്തേക്ക് ചെന്നിരിക്കുകയാണ്. അതുകൊണ്ട് ക്യൂ ജലസാവുകയും ചെയ്യാണ്. എല്ലാവരും അന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ട്രിപ്പ് സ്റ്റാർട്ടാവുകയാണ്. എല്ലാവരും എൻജോയ് ചെയ്ത് പോവാണ്. ഇതിൻ്റെ ഇടയിൽ ഭീമിനെയും ക്ലുവനെയും കണ്ട് പുമ്മും ടോയിനെയും ചെയിനിനെയും കണ്ട് ക്യൂവും ജലസാവുന്നുണ്ടായിരുന്നു. പന്നിൻ്റെയും മിക്കിൻ്റെയും കാര്യം പിന്നെ പറയാൻ വേണ്ട, 24/7 രണ്ടും ഉറക്കമാണ്. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞ് അവർ ക്യാമ്പിൻ്റെ സ്ഥലത്തെത്താണ്. പന്നപ്പോൾ എല്ലാവർക്കും അവരുടെ നെയിം ടാഗ് കൊടുക്കുകയാണ്. എന്നിട്ട് അവർ നിൽക്കുന്ന റൂമിലേക്ക് അവരെ കൊണ്ടുപോയിട്ട് പന്ന നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലം ചൂസ് ചെയ്യാമെന്ന് പറയാണ്. ആ ഒരു റൂമിൽ പില്ലോയും ബ്ലാങ്കറ്റും അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഭീം ആദ്യം ഉണ്ടായിരുന്ന ബെഡ് ചൂസ് ചെയ്യാണ്. അത് കണ്ടിട്ട് ക്ലുവൻ തൊട്ടടുത്ത ബെഡ് എടുക്കാൻ പോയപ്പോൾ പുമ്മ് ക്ലുവന് കൊടുക്കാതെ ആ ബെഡ് എടുക്കുകയാണ്. അതിൻ്റെ തൊട്ടടുത്തുള്ളതും ക്ലുവൻ എടുക്കാതിരിക്കാൻ പുമ്മ് ടോയിയോട് ആ ബെഡ് എടുക്കാൻ പറയാണ്. ക്ലുവൻ അങ്ങനെ അത് ശ്രദ്ധിച്ചിട്ട് പുമ്മിനെ ഒന്ന് നോക്കിയ ശേഷം ഭീമിനെ നോക്കാണ്. ആട്ടേന് ഭീം ക്ലുവനോട് വേറെ ബെഡ് ചൂസ് ചെയ്യാനായിട്ട് ആക്ഷൻ കാണിക്കുകയാണ്. ക്ലുവൻ അങ്ങനെ ഓപ്പോസിറ്റ് സൈഡിലുള്ള ബെഡ് ചൂസ് ചെയ്യാണ്. ഭീമപ്പോൾ പുമ്മിൻ്റെ അടുത്ത് നിന്നിട്ട് നീ എന്തിനാ ഈ ബെഡ് ചൂസ് ചെയ്തതെന്ന് ചോദിക്കുകയാണ്. പുമ്മപ്പോൾ പന്ന് നമുക്ക് ഇഷ്ടമുള്ള ബെഡ് ചൂസ് ചെയ്യാമെന്ന് പറഞ്ഞതല്ലേ, പിന്നെ ഞാൻ ചൂസ് ചെയ്ത ബെഡിൽ നിൻ്റെ പേരൊന്നും എഴുതി വെച്ചിട്ടില്ലല്ലോ എന്ന് ചോദിക്കുകയാണ്. ആ സമയം പന്ന് എല്ലാവരോടും ബാഗൊക്കെ വെച്ചിട്ട് സ്കൂളിൻ്റെ ഗ്രൗണ്ടിൻ്റെ അങ്ങോട്ടേക്ക് ചെല്ലാൻ പറയാണ്. ഇവരിപ്പോൾ എത്തിയതൊരു സ്കൂളിലായിരുന്നു. ഇവർ സ്റ്റേ ചെയ്യുന്നതും ഒരു ക്ലാസ് റൂമിലാണ്. അങ്ങനെ എല്ലാവരും ഗ്രൗണ്ടിലേക്ക് പോകാനായിട്ട് തുടങ്ങിയപ്പോൾ പന്ന് ഭീമിനെയും ടാനിനെയും ചെയിനിനെയും വിളിച്ചിട്ട് വർക്കിൻ്റെ ഇടയിൽ നമ്മുടെ പ്ലാൻ വർക്കൗട്ട് ആക്കാൻ മറക്കരുതെന്ന് പറയാണ്. പന്ന് ഉദ്ദേശിച്ച പ്ലാൻ ക്യൂവിനെ ജലസാക്കാനുള്ളതാണ്. ഇതായിട്ട് ചെയിൻ ഞാൻ ഇനിയും ടോയിനെ വളയ്ക്കാൻ ശ്രമിക്കുന്ന പോലെ നടക്കണോ, ക്യൂ മിക്കവാറും എന്നെ കൊല്ലൂ എന്ന് പറയാണ്. പന്നപ്പോൾ ക്യൂവിൻ്റെ ഫീലിങ്സ് അവനെ കൊണ്ട് തുറന്നു പറയിക്കാൻ ഇത് മാത്രമേ വഴിയുള്ളൂ എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് എല്ലാവരും സ്കൂളിൻ്റെ ഗ്രൗണ്ടിൻ്റെ അങ്ങോട്ടേക്ക് ചെല്ലുന്നതാണ്.
അവിടെ കുറേ കുട്ടികൾ ഇരിപ്പുണ്ടായിരുന്നു. പന്ന കുട്ടികളോട് ഇന്ന് നമ്മൾ ഒരുപാട് ഗെയിം കളിക്കും, പിന്നെ ഡ്രോയിങ് ചെയ്യും, ഇവരെല്ലാവരും നിങ്ങൾ അതിനെ ഹെൽപ്പ് ചെയ്യുമെന്നൊക്കെ പറയാണ്. അതിനുശേഷം എല്ലാവരും ചേർന്ന് കുറേ ഗെയിമൊക്കെ കളിക്കുന്നുണ്ട്. ഇങ്ങനെ ഓരോരോ ഗെയിമൊക്കെ ഇങ്ങനെ കളിച്ചു പോവാണ്. ഇതിനിടയിൽ നമ്മുടെ പീമും കുളുവനും ഒരുമിച്ച് നിൽക്കുന്നത് പുമ്മ് കാണുകയും അവർ ഒരുമിച്ച് നിൽക്കാൻ സമ്മതിക്കാതെ അതിൻ്റെ ഇടയിൽ കയറി എല്ലാം പൊളിച്ചടുക്കി കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഗെയിമെല്ലാം കളിച്ചു കഴിഞ്ഞ് എല്ലാ കുട്ടികളും ഒരു ക്ലാസ് റൂമിൽ കൊണ്ടിരുത്താണ്. പീം എന്നിട്ട് അവനെ സ്വയം പരിചയപ്പെടുത്തിയ ശേഷം കുട്ടികളോട് നിങ്ങൾ ഡ്രോയിങ് ചെയ്യാൻ പോവുകയാണ്, അതിന് എന്ത് ഹെൽപ്പ് വേണമെങ്കിലും ഞങ്ങളെ വിളിച്ചാൽ മതി, ഞങ്ങൾ നിന്നെ ഹെൽപ്പ് ചെയ്യാമെന്ന് പറയാണ്. ആ ക്ലാസ് റൂമിൽ പീമിൻ്റെ കൂടെ പുമ്മും കുളുവനും ബിയറും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാ കുട്ടികളും ഡ്രോയിങ് ചെയ്യാണ്. ആ സമയം ഒരു കുട്ടി പുമ്മിനെ വിളിച്ചിട്ട് ഒരു തിമിംഗലത്തിൻ്റെ പടം വരച്ച് കൊടുക്കുമെന്ന് ചോദിക്കുകയാണ്. അങ്ങനെ പുമ്മത് വരച്ചു കൊടുക്കുകയാണ്. ആ ഒരു ഡ്രോയിങ് കണ്ടു കഴിഞ്ഞാൽ KG പിള്ളേർ വരച്ച കണക്കിനിരിക്കും. പുമ്മ് വരച്ചത് പീമ വന്ന് നോക്കിക്കൊണ്ടിപ്പുണ്ടായിരുന്നു. അങ്ങനെ അത് ശരിയാകാത്തത് കൊണ്ട് തന്നെ പീമാണെങ്കിൽ ഞാൻ വരച്ചു തരാമെന്ന് പറഞ്ഞിട്ട് അത് വരയ്ക്കാനായിട്ട് പോവാണ്. കറക്റ്റ് ടൈമിന് അങ്ങോട്ടേക്ക് ക്ലുവൻ വന്നിട്ട് ഞാൻ വരച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അവൻ വരച്ചു കൊടുക്കുകയാണ്. അവൻ നല്ല അടിപൊളിയായിട്ട് തന്നെയാണ് വരച്ചത്. ആ ഒരു ടൈമിന് മറ്റൊരു കുട്ടി പുമ്മിനെ വിളിച്ചിട്ട് അവൻ അങ്ങോട്ടേക്ക് പോകേണ്ടി വരാണ്. അങ്ങനെ പീമും ക്ലൂനും മാത്രം അവിടെ തനിച്ചാവാണ്. അവരങ്ങനെ ഓരോ സംസാരിച്ച് നിൽക്കുകയാണ്. പുമ്മ കുട്ടിയുടെ അടുത്ത് നിന്നിട്ട് പീമിനെയും ക്ലൂവിനെയും തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവരങ്ങനെ ഒരുമിച്ച് നിൽക്കുന്ന കണ്ടിട്ട് പും ഭയങ്കരമായിട്ട് ജലസാകുന്നുണ്ട്. അത് ബിയർ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ബിയറിന് നേരത്തെ തന്നെ ഇവർക്കിടയിൽ എന്തോ ഉള്ളതായിട്ട് തോന്നിയിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലായതാണ്. ബിയർ ഇപ്പോൾ പുമ്മ പീമിനെയും ക്ലൂവിനെയും നോക്കിക്കൊണ്ട് ജലസാകുന്ന കണ്ടിട്ട് പുമ്മിനോട് നീ ജലസാണോ എന്ന് ചോദിക്കുകയാണ്. പുമ്മ പക്ഷേ അതിന് മറുപടി കൊടുക്കുന്നില്ല. എന്നിട്ട് അവൻ്റെ അടുത്തിരുന്ന ഒരു കുട്ടിയുടെ ചെവിയിൽ എന്തോ പറയാണ്. അങ്ങനെ ആ കുട്ടി പീമിനെ ഡ്രോയിങ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാമോ എന്ന് ചോദിച്ചിട്ട് വിളിക്കുകയാണ്. അങ്ങനെ പീമ ക്ലുവൻ്റെ അടുത്ത് നിന്ന് ആ ഒരു കുട്ടിയുടെ അടുത്തേക്ക് ചെല്ലാണ്. ആ കുട്ടിയപ്പോൾ എനിക്കൊരു സിംഹത്തെ വരച്ച് തരാമോ എന്ന് ചോദിക്കുകയാണ്. പീമപ്പോൾ വരച്ചു തരാം, പക്ഷേ ഇപ്പോൾ സിംഹത്തെ വരയ്ക്കണമെന്ന് തോന്നാൻ കാരണം എന്തെന്ന് ചോദിക്കുകയാണ്. ആ സമയം കുട്ടി പുമ്മിനെ ചൂണ്ടിക്കാണിച്ചിട്ട് ഈ ചേട്ടനെ എന്നോട് പറഞ്ഞത് ചേട്ടനെ മറ്റേ ചേട്ടൻ്റെ അടുത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് വിളിച്ചിട്ട് നിങ്ങൾ സംസാരിക്കുന്ന തടഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു ചോക്ലേറ്റ് മേടിച്ചു തരാമെന്ന്, അതുകൊണ്ടാണ് ഞാൻ ചേട്ടനെ വിളിച്ചതെന്ന് പറയാണ്. അത് കേട്ടപ്പോഴത്തേക്കും നമ്മുടെ പീമിന് പുമ്മ് ജലസായിട്ടാണ് ഇങ്ങനെ ചെയ്തതെന്ന് മനസ്സിലാവാണ്. പീം അങ്ങനെ പുമ്മിനെ ഒന്ന് നോക്കി ചെറുതായിട്ടൊന്ന് ചിരിച്ച ശേഷം ആ കുട്ടി പടം വരച്ചു കൊടുക്കുകയാണ്. ഇതേസമയം ക്യൂവും ടോയും ചെയിനും മാത്യുവും കൂടി മറ്റൊരു വശത്തായിട്ട് ചുമലിലൊക്കെ ഇങ്ങനെ പെയിൻ്റ് അടിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ആ ഒരു സമയം ഒരുപാട് ചൂടായതുകൊണ്ട് തന്നെ ടോയ് വിയർക്കുന്നത് കണ്ടിട്ട് ക്യൂവിനൊന്ന് ജലസാക്കാനും എന്ന് വെച്ചിട്ട് നമ്മുടെ ചെയിന് ടോയുടെ അടുത്തേക്ക് തന്നിട്ട് നീ വിയർക്കുന്നുണ്ടല്ലോ, നിനക്ക് കുടിക്കാൻ വെള്ളം വേണമെന്ന് ചോദിക്കുകയാണ്. ടോയ് അപ്പോൾ വേണമായിരുന്നു എന്ന് പറയാണ്. ക്യൂ ഇത് കണ്ട് ഓൾറെഡി ജലസായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ക്യൂ അങ്ങനെ ചെയിൻ്റെ അടുത്ത് എനിക്കും കുടിക്കാൻ വെള്ളം വേണമെന്ന് പറയാണ്. അങ്ങനെ ചെയിൻ അവർക്ക് രണ്ടുപേർക്കും വേണ്ടിയിട്ട് വെള്ളം എടുക്കാനായി പോവാണ്. ക്യൂ ആ സമയം ടോയിയോട് നീ എൻ്റെ അടുത്ത് പഴയതുപോലെ പെരുമാറാൻ പറഞ്ഞില്ലേ, ഞാൻ അതുപോലെ ഇപ്പം നാച്ചുറലായിട്ട് നിൻ്റെ അടുത്ത് പെരുമാറുന്നില്ലേ, പിന്നെ ചെയിൻ നിന്നോട് ഇങ്ങനെ ഫ്ലേർട്ട് ചെയ്യുന്നത് കണ്ടു നിൽക്കാൻ എന്നെക്കൂട്ടി പറ്റുന്നില്ല എന്ന് പറയാണ്. ക്യൂ ഈ പറഞ്ഞത് കേട്ട് ടോയ് ഒന്നും മനസ്സിലാവാതെ എന്താ പറഞ്ഞതെന്ന് ഒന്നുകൂടെ ചോദിക്കുകയാണ്. അവനവൻ്റെ ഫീലിങ്സ് പറഞ്ഞു തുടങ്ങിയായിരുന്നു. എന്ന പാവം ടോയ്ക്ക് ഒന്നും കത്തിയില്ല. അങ്ങോട്ടേക്ക് അപ്പോൾ ചെയിന് ഇവർ രണ്ടുപേർക്കും കുടിക്കാനായിട്ട് വെള്ളം കൊണ്ടുവരാണ്. അങ്ങനെ ഇവരിങ്ങനെ വെള്ളമൊക്കെ കുടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്ന ടൈമിന് നമ്മുടെ ക്യൂ ഇങ്ങനെ വേർക്കുന്നത് കൊണ്ട് തന്നെ ചെയിന് അവൻ്റെ മുഖത്ത് തുടച്ചു കൊടുക്കുകയാണ്. ആ ടൈമിന് ഇത് കണ്ടിട്ട് ക്യൂ ഭയങ്കരമായിട്ട് ജലസായിട്ട് ഞാൻ അങ്ങോട്ടേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോവാണ്. അവനങ്ങനെ പോയി കഴിഞ്ഞതും മാത്യു ചെയിനോടും ടോയിയോടും ക്യൂ നല്ല ജലസായല്ലോ എന്ന് പറയാണ്. അതിനുശേഷം കാണിക്കുന്നത് ഫാങ് എല്ലാവർക്കും വേണ്ടി ഫുഡ് റെഡിയാക്കുന്നതാണ്. എന്നാൽ മിക്കും പന്നും ഹെൽപ്പ് ചെയ്യാണെന്ന് പറഞ്ഞിട്ട് അവിടെ ഇരുന്ന് കളിക്കുമായിരുന്നു. ആ സമയം അങ്ങോട്ടേക്ക് ടാൻ വന്നിട്ട് ഞാൻ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അവനെ ഹെൽപ്പ് ചെയ്ത് തുടങ്ങുകയാണ്. അങ്ങനെ ടാൻ വർക്ക് ചെയ്യാനായി പോവായിരുന്നു. ടാൻ അപ്പോൾ ഫാങ്ങിനോട് വർക്ക് ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് കുറച്ച് എൻകറേജ്മെൻറ്റ് തരാൻ പറഞ്ഞിട്ട് കവളിൽ കിസ് ചെയ്യാനായിട്ട് ആക്ഷൻ കാണിക്കുകയാണ്. ഫാങ് അങ്ങനെ ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് ചുറ്റിലൊന്ന് നോക്കിയ ശേഷം കിസ് ചെയ്യാനായിട്ട് പോവാണ്. എന്നാൽ ടാൻ അവൻ്റെ മുഖം തിരിച്ചിട്ട് ഫാങ്ങിൻ്റെ ചുണ്ടിൽ കിസ് ചെയ്യാണ്. എന്നിട്ട് ഒന്നും അറിഞ്ഞൂടാത്ത പോലെ ടാൻ ചെന്ന് അവൻ്റെ ജോലി ചെയ്യാണ്. അതിനുശേഷം ഫാങ് മിക്കും പന്നും കൂടെ കളിച്ചുകൊണ്ടിരിക്കുന്ന കണ്ടിട്ട് അവർക്കും ചെയ്യാനായിട്ട് ജോലി കൊടുക്കുന്നുണ്ട്. എന്നാൽ അത് രണ്ടും ചെയ്യുന്നേ ഇല്ല. അതിനുശേഷം അവരിങ്ങനെ അവരുടെ കുക്കിങ്ങും കാര്യങ്ങളെല്ലാം ചെയ്ത് കഴിയാണ്. ഈ സമയം നമ്മുടെ പീമും പമ്മും ബിയറും ഒക്കെ അവരുടെ വർക്ക് കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാനായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അങ്ങനെ ഫുഡ് റെഡിയായി കഴിഞ്ഞപ്പോഴത്തേക്കും പന്ന അവരെ വന്നിട്ട് ഫുഡ് കഴിക്കാനായിട്ട് വിളിക്കുകയാണ്. അങ്ങനെ ഇവരെല്ലാവരും ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കുകയാണ്. ആ സമയം എല്ലാവരും പരസ്പരം ഓരോന്ന് പറഞ്ഞ് ചിരിച്ച് കളിച്ചിരിക്കുകയാണ്. അവർ അത്രയും ക്ലോസ് ഫ്രണ്ട്സ് ആയതുകൊണ്ട് തന്നെ ഇത്രയും ഓപ്പണായി ഫ്രീ ആയി സംസാരിക്കുന്നത്. ഇവരുടെ കൂടെ ഇരുന്ന ക്ലുവനാണെങ്കിൽ ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ക്ലുവനാണെങ്കിൽ ഇപ്പോൾ അവരുടെ കൂട്ടത്തിൽ ജോയിൻ ചെയ്തതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇവർ ഇത്രയും ക്ലോസ് ആയിട്ട് ഇങ്ങനെ സംസാരിച്ചപ്പോൾ അവരാണെങ്കിൽ അതൊക്കെ നോക്കിയിരിക്കുന്നുണ്ട്. അത് ശ്രദ്ധിച്ചിട്ട് ചെയിനാണെങ്കിൽ ക്ലുവൻ്റെ അടുത്ത് നീ അതൊന്നും കാര്യമാക്കണ്ട, ഞങ്ങൾ അത്രയും ക്ലോസ് ഫ്രണ്ട്സ് ആയതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് പറയാണ്. ആ ടൈമിന് ക്ലുവനാണെങ്കിൽ അതൊന്നും പ്രശ്നമുള്ള കാര്യമല്ല, നിങ്ങളൊക്കെ കണ്ടിട്ട് നല്ല രസമുണ്ടെന്ന് പറയാണ്. ഈ ഒരു ടൈമിന് പന്നാണെങ്കിൽ ക്ലുവൻ്റെ അടുത്ത് അല്ല നീ എന്തിനാ ഇപ്പോൾ ഈ ക്യാമ്പിന് വന്നത്, നീയാണെങ്കിൽ ഇവിടെ പീമിനെ ഫോളോ ചെയ്ത് വന്നതാണോ എന്ന് ചോദിക്കുകയാണ്. ആ ടൈമിന്
അവനാണെങ്കിൽ അതേന്ന് പറയാണ്. അങ്ങനെ അത് കേട്ടതും എല്ലാവരും അവനെ തന്നെ ഇങ്ങനെ നോക്കുന്നുണ്ട്. ഈ ഒരു ടൈമിന് നമ്മുടെ പുമ്മിന് ഭയങ്കരമായിട്ട് ദേഷ്യമൊക്കെ വരുന്നുണ്ട്. ആ ഒരു ടൈമിന് തന്നാണെങ്കിൽ വീണ്ടും നീ ഉദ്ദേശിച്ചത് ഭീമിനെ ഫോളോ ചെയ്ത് വരുന്നതെന്നാണോ അതോ ഭീമിനെ വളയ്ക്കാനായിട്ട് വന്നതാണോ എന്ന് വീണ്ടും ചോദിക്കുകയാണ്. ആ സമയം ഭീം വെറുതെ ഇരിക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ പന്നെ വീണ്ടും ചോദിക്കുകയാണ്. ആ ഒരു ടൈമിന് ക്ലൂവനാണെങ്കിൽ അതിന് മറുപടി എനിക്കിപ്പോൾ പറയാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട്. ഈ സമയം ടാൻ അപ്പോൾ എന്തോ ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ ഒരു ടൈമിന് ഫാങ് ആണെങ്കിൽ പുമ്മിൻ്റെ മുഖം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. പുമ്മിങ്ങനെ വിഷമിച്ചിരിക്കുന്ന കണ്ടിട്ട് നമ്മുടെ ഫാങ്ങിന് മനസ്സിലാവുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഭീമും ക്ലൂവനും കൂടെ ആയിട്ട് പാത്രങ്ങളൊക്കെ കൈക്കൊണ്ടിരിക്കുന്നതാണ്. ഈ ഒരു സമയം അതിൻ്റെ ഇടയിൽ പുമ്മ വന്നിട്ട് ഞാനും ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അവനും പാത്രം കഴുകി തുടങ്ങാണ്. എന്നാൽ അവൻ ഇങ്ങനെ പാത്രം കഴുകാനായിട്ട് തുടങ്ങുന്ന ടൈമിന് ഇവനാണെങ്കിൽ ഭീമിൻ്റെ ദേഹത്തേക്ക് വെള്ളം തെറിപ്പിക്കുകയാണ്. അങ്ങനെ ഭീമിൻ്റെ ദേഹത്ത് വെള്ളം തെറിച്ച് കഴിഞ്ഞതും അവനാണെങ്കിൽ നീ ഇനിയിപ്പോൾ വർക്ക് ചെയ്യണ്ട, നിൻ്റെ ദേഹത്ത് വെള്ളം നനങ്ങില്ലേ, പോയി കുളിക്കാനായിട്ട് പറയാണ്. ഭീമിനെ മനഃപൂർവ്വം അവിടെ നിന്ന് ഒഴിവാക്കാനായിട്ടായിരുന്നു അവൻ ചെയ്തത്. ആ ഒരു ടൈമിന് ക്ലൂവനും നീ ഇനി ഹെൽപ്പ് ചെയ്യാൻ നിൽക്കണ്ട, കുറച്ചല്ലേ ഉള്ളൂ, ഞങ്ങൾ ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് ഇടാണ്. എന്നാൽ ഭീം പോവാതെ അവിടെ തന്നെ നിൽപ്പുണ്ടായിരുന്നു. ഈ ഒരു ടൈമിന് പുമ്മാണെങ്കിൽ വെറുതെ ഇരിക്കുന്നില്ല, അവൻ ക്ലൂവൻ്റെ ദേഹത്തും വെള്ളം കോരി ഒഴിക്കുകയാണ്. അത് ക്ലൂവന് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ പുമ്മാണെങ്കിൽ പൈപ്പിൽ നിന്ന് വെള്ളം തെറിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അവൻ്റെ ദേഹത്ത്. എന്നാൽ ക്ലൂവനാണെങ്കിൽ പാത്രത്തിൽ വെള്ളം കോരി ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഭീം ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇത് രണ്ടും ഇങ്ങനെ നനങ്ങി കുളിച്ചിട്ടുണ്ട്. ഈ സമയം ഭീം എന്തോ രണ്ടും കൂടെ കാണിക്കുന്ന പോയി കുളിക്കാനായിട്ട് പറയാണ്. അതിനുശേഷം ഇവർ രണ്ടുപേരും കുളിക്കാനായിട്ട് പോവാണ്. അങ്ങനെ ടവലൊക്കെ എടുത്തുകൊണ്ട് വരുന്ന ടൈമിന് ഇവരവർ അടി കിടക്കണം. അതായത് ഞാൻ ആദ്യം പോകാമെന്ന് പറഞ്ഞിട്ട് രണ്ടും തമ്മിൽ ഇങ്ങനെ വഴക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഉന്തി തള്ളി ഇങ്ങനെ പോകുന്ന ടൈമിന് നമ്മുടെ ഭീം കുളിച്ചിട്ട് ഇങ്ങനെ വന്ന് നിൽക്കുന്നത് ഇവർ കാണാണ്. അങ്ങനെ ഭീമിനെ കണ്ടിട്ട് ഇവർക്ക് രണ്ടുപേർക്കും പിന്നെ അവിടെ നിന്ന് കുളിക്കാൻ പോകണ്ട, ഭീമിൻ്റെ അടുത്ത് നിന്നാൽ മതി എന്നായി. അങ്ങനെ ഞാൻ ആദ്യം പോകാമെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന രണ്ടെണ്ണം കൂടെ നീ ആദ്യം പോകുമെന്ന് പറഞ്ഞിട്ട് അവിടെ വീണ്ടും അടുത്തൊന്നും തള്ളുമായി. അങ്ങനെ ഇത് കണ്ടിട്ട് ഭീമാണെങ്കിൽ എന്ത് കാണിക്കാനും നിങ്ങൾ രണ്ടും കൂടി ഇങ്ങനെ വഴക്കുണ്ടാക്കുന്നത്, അവിടെ ഒരു ബാത്റൂം ഒന്നുമല്ലല്ലോ, കുറേ ഉണ്ടല്ലോ, രണ്ടുപേരും പോയി കുളിക്കാൻ പറഞ്ഞിട്ട് രണ്ടിനെയും പറഞ്ഞിട്ടിട്ട് ഭീം അവിടെ നിന്ന് ദേഷ്യത്തിൽ അങ്ങ് പോവാണ്. അങ്ങനെ ഭീം അവിടെ നിന്ന് ദേഷ്യത്തിൽ പോയി കഴിഞ്ഞതും പുമ്മിൻ്റെ അടുത്ത് ക്ലൂവനാണെങ്കിൽ എനിക്ക് ഭീമിനെ ഇഷ്ടമാണെന്ന് പറയാണ്. ആട്ടേന് പുമ്മത് കേട്ട ശേഷം ക്ലൂവനോട് അതെന്തിനാ നീ എന്നോട് പറയുന്നതെന്ന് ചോദിക്കുകയാണ്. ആ സമയം ക്ലൂവൻ വെറുതെ നീ ഒന്ന് ഇറങ്ങിയിരിക്കാനായിട്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് ഭീം നേരെ അവൻ്റെ റൂമിലേക്ക് വരുന്നതാണ്. അവനവിടെ എത്തിയപ്പോൾ ഓൾറെഡി അവിടെ ടാനും ചെയിനും പഞ്ഞും ക്യൂ ഇരിപ്പുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ടാനിനെ കണ്ടതും നമ്മുടെ ഭീമാണെങ്കിൽ എന്താണ് കഥയെന്ന് ചോദിക്കുകയാണ്. ആട്ടേനെ ടാൻ എന്ത് കഥയെന്ന് ചോദിച്ചപ്പോൾ നിൻ്റെ ഫാങ്ങിൻ്റെ കഥ, നിങ്ങൾ എങ്ങനെ സെറ്റായത്, നിങ്ങളുടെ കഥ എങ്ങനെ തുടങ്ങിയതെന്നൊക്കെ ചോദിക്കുകയാണ്. ആട്ടേന് അത് കേട്ടതും ബാക്കി മൂന്നുപേരും കൂടെ ആയിട്ട് ഇങ്ങോട്ടേക്ക് ക്ലോസായി വന്നിരിക്കുകയാണ് കഥ കേൾക്കാനായിട്ട്. അങ്ങനെ ഭീമും ക്യൂവും ജെയിനും പന്നും ഒക്കെ കഥ കേൾക്കാനായിട്ട് ഇങ്ങനെ വന്ന് കൂടിയിരിക്കുന്നുണ്ടപ്പം ടാനാണെങ്കിൽ ഇനി പറയാതെ രക്ഷയില്ല, കേൾക്കാനായിട്ട് എല്ലാവരും വന്നല്ലോ, എന്താ അറിയേണ്ടതെന്ന് ചോദിക്കുകയാണ്. ആട്ടേന് ക്യൂ ആണെങ്കിൽ നീയും അവനും എങ്ങനെയാണ് ഡേറ്റ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തത്, എപ്പോഴാണ് തുടങ്ങിയത്, എങ്ങനെയാണ് സംഭവിച്ചതെന്നൊക്കെ ചോദിക്കുകയാണ്. അങ്ങനെ ഇവരുടെ ഒരു ഫ്ലാഷ് ബാക്ക് സ്റ്റോറിയിലേക്ക് കടക്കുകയാണ്. ആക്ച്വലി ഹൈസ്കൂൾ തൊട്ടേ നമ്മുടെ ക്യൂ പന്ന് ചെയിന് ഭീം എല്ലാവരും ഒരുമിച്ചാണ് പഠിക്കുന്നത്. അങ്ങനെ ആ സമയത്ത് നമ്മുടെ ടാനാണെങ്കിൽ ഇവരെടുത്ത് നിങ്ങൾക്ക് ഹൈസ്കൂളിൽ പഠിക്കുന്ന സമയത്ത് സ്കൂളുകൾ തമ്മിൽ കോമ്പറ്റീഷൻ നടന്ന ടൈം ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ ആ ഒരു ടൈമിലേക്ക് പോവുകയാണ്. അങ്ങനെ നമ്മുടെ ടാനാണെങ്കിൽ ആ ടൈമിൽ ഫുട്ബോൾ ടീമിലുണ്ടായിരുന്നു. ഫാങ് ആണെങ്കിൽ അവൻ്റെ സ്കൂളിലെ ചിയർ ടീമിൻ്റെ ക്യാപ്റ്റനും ആയിരുന്നു. അങ്ങനെ ഈ ഒരു കോമ്പറ്റീഷൻ നടക്കുന്ന സ്ഥലത്ത് ഇങ്ങനെ നിൽക്കുന്ന ടൈമിന് നമ്മുടെ ടാനിൻ്റെ അടുത്തേക്ക് ഫാങ് വന്നിട്ട് നിൻ്റെ സ്കൂളിലെ ചിയർ ടീമിൻ്റെ ക്യാപ്റ്റൻ എവിടെയാണെന്ന് ചോദിക്കുകയാണ്. ആട്ടേന് ടാനാണെങ്കിൽ നിനക്ക് കണ്ണുണ്ടല്ലോ, നീ അവനെ ഇവിടെ കണ്ടില്ലല്ലോ, അപ്പോൾ പിന്നെ ഞാനും കണ്ടിട്ടുണ്ടാകത്തില്ലല്ലോ എന്ന് പറയാണ്. അങ്ങനെ ടാൻ തിരിച്ച് തർക്കുത്തരം പറഞ്ഞുകൊണ്ടിട്ട് ഫാനാണെങ്കിൽ എന്താ നിൻ്റെ തലയിൽ കയറി നിറങ്ങാനുള്ള ശ്രമമാണോ എന്ന് ചോദിക്കുകയാണ്. ആട്ടേന് ടാൻ അതേന്ന് പറയുന്നുണ്ട്. അങ്ങനെ അത് കേട്ടതും നമ്മുടെ ഫാങ് ആണെങ്കിൽ ടാനിട്ട് നല്ലൊരു ഇടി കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ടാനും ഫാങ് തിരിച്ചിടിക്കുകയാണ്. അങ്ങനെ അവർ തമ്മിലോട്ട് അടി അടക്കുന്നുണ്ട്. ആ ടൈമിൽ എല്ലാ പിള്ളേരും വന്ന് അവർ തടയാണ്. അങ്ങനെ വീണ്ടും പ്രസൻറ്റിലേക്ക് വരുമ്പോഴത്തേക്കും ഈ ഒരു കാര്യം കേട്ടിട്ട് ഭീമാണെങ്കിൽ നീ ഫാങ്ങിനെ ഇടിച്ചോ എന്ന് ചോദിക്കുകയാണ്. ആ ടൈമിൽ ടാൻ ഞാൻ ഇടിച്ചു. അത് പിന്നെ ആ ഒരു ടൈമിന് ആ സ്ഥലത്ത് ഫുട്ബോൾ ടീമിലെ എല്ലാ പിള്ളേരും ചിയർ ടീമിലെ എല്ലാ പിള്ളേരും ഉണ്ടായിരുന്നു. ഫാങ് ആണെങ്കിൽ ഒറ്റയ്ക്കാണ് വന്നത്. അവൻ വന്നിട്ട് എന്നെ അടിച്ചിട്ട് ഞാൻ തിരിച്ചടിക്കാതിരുന്ന് കഴിഞ്ഞാൽ എനിക്കല്ലേ നാണക്കേട്, അതുകൊണ്ടാണ് ഞാൻ അവനെ അടിച്ചതെന്ന് പറയാണ്. ആ സമയം ഇതായിട്ട് ഭീം എന്തോ ആലോചിച്ചതിന് ശേഷം ഈ കോമ്പറ്റീഷൻ നടക്കുന്ന ടൈമിൽ നിനക്ക് ഈ കിട്ടിയ ഈ ഇടിയാണോ നീയാണെങ്കിൽ അന്ന് എൻ്റെ അടുത്തൊക്കെ സൈക്കിളിൽ നിന്ന് വീണുണ്ടായ മുറിവാണെന്ന് പറഞ്ഞത് എന്ന് ചോദിക്കുകയാണ്. ആട്ടനെ ടാനാണെങ്കിൽ അതേന്ന് പറയാണ്. അന്ന് ഇടി കിട്ടിയത് അവൻ സൈക്കിളിൽ നിന്ന് വീണെന്ന് പറഞ്ഞ് ഇതുങ്ങളെ പറ്റിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവൻ പറ്റിച്ചാണെന്ന് മനസ്സിലായിട്ട് ഭീമാണെങ്കിൽ ഒരൊറ്റ അടി അങ്ങോട്ട് ഇട്ട് തരട്ടെ, അന്ന് നീയാണെങ്കിൽ ഇടി കൊണ്ട് വയ്യാതെ നടന്നപ്പോൾ നിനക്ക് ഫുഡ് വെള്ളം മരുന്ന് എല്ലാം ഞാൻ എടുത്തു തന്നു, അങ്ങ് ഇട്ടിട്ട് പോയാൽ മതിയായിരുന്നു എന്ന് പറയാണ്. ആട്ടേനെ ടാനാണെങ്കിൽ സോറി അത് മുമ്പ് നടന്ന കാര്യമല്ലേ, നിങ്ങൾ എൻ്റെ അടുത്ത് ഇനി അടി ഉണ്ടാക്കി കഴിഞ്ഞാൽ മിണ്ടത്തില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ആ ഒരു സത്യം തുറന്നു പറയാതിരുന്നതെന്ന് പറയാണ്. അതിനുശേഷം അവരാണെങ്കിൽ ശരി ബാക്കി കഥ പറയാനായിട്ട് പറയാണ്. ടാൻ അങ്ങനെ ബാക്കി പറഞ്ഞു തുടങ്ങാണ്. അവനാണെങ്കിൽ പറയുന്നുണ്ട് ഈ ഒരു അടി നടന്നപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് പുമ്മിനെ മീറ്റ് ചെയ്തത്.
അതിനുശേഷവും അടി കണ്ടിന്യൂ ആയിട്ട് പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം ടാനിങ്ങനെ നടന്നു വരുന്ന ടൈമിന് അവൻ ഇങ്ങനെ നോക്കുന്ന ടൈമിന് കുറേ പിള്ളേർ ചേർന്നിട്ട് പുമ്മിനെ ഫാങ്ങിനെ കൂടെ അടിക്കുകയാണ്. അങ്ങനെ ഇത് ശ്രദ്ധിച്ചിട്ട് ടാൻ അതിൻ്റെ ഇടയിൽ കയറിയിട്ട് അവരായിട്ട് അടി ഉണ്ടാക്കിയിട്ട് ഇവരെ രണ്ടുപേരെയും വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് ഓടി ഒരിടത്ത് നിന്ന് ഒളിച്ചിരിക്കുകയാണ്. ആട്ടേന് ആ പിള്ളേരും ഇവരെ പുറകെ വരുന്നുണ്ട്. എന്നാൽ ഇവരെ കാണാത്തതുകൊണ്ട് തന്നെ ആ പിള്ളേരങ്ങ് പോവുകയാണ്. ഇവരുടെ ഇവർ ഒളിച്ചിരിക്കുന്ന ആ ഒരു സ്ഥലത്ത് വെച്ചിട്ട് നമ്മുടെ ടാനും ഫാങ്ങും തമ്മിൽ ഐ കോൺടാക്റ്റ് ഒക്കെ വരുന്നുണ്ട്. അതിനുശേഷം ടാനിങ്ങനെ നോക്കിയിട്ട് അവർ പോയി നിങ്ങളിന്ന് എഴുന്നേറ്റോളാനായിട്ട് പറയാണ്. അങ്ങനെ ഇവരും ഇങ്ങനെ എഴുന്നേറ്റിരിക്കുന്ന ടൈമിന് പുമ്മാണെങ്കിൽ നീ എന്തിനാ ഞങ്ങളെ ഹെൽപ്പ് ചെയ്തതെന്ന് ചോദിക്കുകയാണ്. ടാനാ സമയം എനിക്കിങ്ങനെ എടുത്തിട്ട് ഒരുപാടൊന്നും അടിക്കുന്നതൊന്നും ഇഷ്ടമുള്ള സംഭവമല്ല, അത് കണ്ടപ്പോൾ എനിക്ക് ദേഷ്യം വന്നു, അതുകൊണ്ട് ഞാൻ കയറി ഇടപെട്ടേന്ന് പറയാണ്. അതിനുശേഷം ടാനിങ്ങനെ പോകാൻ നിന്നപ്പോൾ പുമ്മ് നിൻ്റെ മുഖത്ത് ആ മുറിവും വെച്ചോണ്ടാണോ നീ പോകാൻ പോകുന്നതെന്ന് ചോദിക്കുകയാണ്. അങ്ങനെ പുമ്മും ടാനും കൂടെ ഒരിടത്തിരിക്കുകയാണ്. ആട്ടേന് ഫാങ് ചെന്നിട്ട് മരുന്നൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരാണ്. അങ്ങനെ വാങ്ങിച്ചുകൊണ്ടിരുന്നിട്ട് അവനാണെങ്കിൽ പുമ്മിന് വെച്ച് കൊടുക്കുന്നുണ്ട് ആ മരുന്നൊക്കെ. എന്നാൽ ടാനിൻ്റെ അടുത്ത് സ്വന്തമായിട്ട് വയ്ക്കാനങ്ങ് പറയാണ്. അങ്ങനെ ടാനാണെങ്കിൽ അത് വയ്ക്കാനായിട്ട് ഇങ്ങനെ മടിച്ചു പിടിച്ചിരിക്കുകയാണ്. കാരണം ആ ഒരു മരുന്ന് അവന് മുറിയിൽ തൊടുമ്പോഴത്തേക്കും അവന് വേദനിക്കും എന്നുള്ളതുകൊണ്ട് തന്നെ. അങ്ങനെ ആശ്രദിച്ചിട്ട് ഫാങ് ഇങ്ങോട്ട് തന്നെ ഞാൻ വെച്ചിടാന്ന് പറഞ്ഞിട്ട് ടാനിന് വെച്ച് കൊടുക്കുകയാണ്. ആ ടൈമിൽ ടാനും ഫാങ്ങിൻ്റെ മുറിയിൽ മരുന്ന് വെച്ച് കൊടുക്കുകയാണ്. അങ്ങനെ തൊട്ട് അവരങ്ങ് ക്ലോസ് ആവുകയാണ്. അതിനുശേഷം പ്രസൻറ്റിലേക്ക് വരികയാണ്. ആ ടൈമിന് നമ്മുടെ പീമും ക്യൂ ഒക്കെ ആണെങ്കിൽ അല്ല നിനക്ക് എപ്പോഴും അവൻ്റെ അടുത്ത് ഇഷ്ടം തോന്നി തുടങ്ങിയ അപ്പോൾ തൊട്ട് നിനക്ക് അവൻ ഇഷ്ടമായിരുന്നു എന്നൊക്കെ ചോദിക്കുകയാണ്. ആ ടൈമിൽ ടാനാണെങ്കിൽ സത്യം പറഞ്ഞാൽ അവൻ്റെ അടുത്ത് എപ്പോഴും ഇഷ്ടം തോന്നി തുടങ്ങിയെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ എനിക്ക് പിന്നീടാണ് മനസ്സിലായത് ഞാൻ അവനെ ഒരു ഫ്രണ്ടായിട്ടല്ല കണ്ടത്, ആദ്യം തൊട്ടേ അവൻ എൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരുന്നു, ഞാൻ തൊട്ടേ അവൻ ഇഷ്ടമായിരുന്നു. എന്നാൽ ഒരു ഫ്രണ്ടിനെ സ്നേഹിക്കുന്നത് നടക്കുന്ന കേസാണെന്ന് എനിക്കറിയത്തില്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ അവൻ്റെ അടുത്ത് എൻ്റെ ഇഷ്ടം തുറന്നു പറയാതിരുന്നത്. എന്നാൽ എന്നെക്കൊണ്ടത് കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല, കാരണം ഞാൻ എന്ത് ചെയ്താലും എവിടെ തിരിഞ്ഞാലും ഉറങ്ങാൻ കിടന്നാൽ പോലും അവൻ്റെ മുഖമായിരുന്നു എൻ്റെ മനസ്സിൽ വന്നുകൊണ്ടിരുന്നത്. അങ്ങനെ ലാസ്റ്റ് ഞാൻ എൻ്റെ ഇഷ്ടം തുറന്നു പറയാമെന്ന് വിചാരിച്ചു. തുറന്ന് പറഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഫാങ്ങിന് എന്നെ ഇഷ്ടമായിരുന്നു എന്ന്. ഫാങ്ങിന് എന്നെ ഓൾറെഡി ഇഷ്ടമായിരുന്നു, എന്നാൽ അവനത് പുറത്ത് കാണിക്കാതെ കൊണ്ട് നടക്കുമായിരുന്നു. ഞാൻ ആദ്യം അവനോട് ചെന്ന് പറയാനായിട്ട്. അങ്ങനെ ഞാൻ ഇഷ്ടം പറഞ്ഞപ്പോൾ അവനും തിരിച്ച് ഇഷ്ടമാണെന്ന് പറഞ്ഞു. ഇപ്പോഴും ഫാങ്ങിനെ ഡേറ്റ് ചെയ്യുകയാണെന്ന് എനിക്ക് വിശ്വസിക്കാനേ പറ്റിയിട്ടില്ല എന്ന് പറയാണ്. ഏട്ടന് കറക്റ്റ് അങ്ങോട്ടേക്ക് ഫാങ് കയറി വരാണ്. എന്നിട്ട് അവരുടെ അടുത്ത് എന്തൊക്കെയാണ് സംസാരിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. ക്യൂ ഇപ്പോൾ ഫാങ്ങിനോട് ടാനാണെങ്കിൽ നിന്നെക്കുറിച്ച് ഗോസിപ്പ് പറഞ്ഞുകൊണ്ടിരിക്കായിരുന്നു എന്ന് പറയാണ്. ആട്ടേനെ ടാനാണെങ്കിൽ ഞാൻ ഗോസിപ്പ് പറഞ്ഞൊന്നുമല്ല, നീ ഇങ്ങനെയൊന്നും പറയല്ലേ, എൻ്റെ ബേബി എന്നെ തെറ്റിദ്ധരിക്കും, ഞാനാണെങ്കിൽ നമ്മൾ രണ്ടുപേരും എങ്ങനെ ഡേറ്റ് ചെയ്ത് തുടങ്ങിയെന്നുള്ള കഥ പറയായിരുന്നു എന്ന് ടാൻ ഫാങ്ങിനോട് പറയാണ്. അങ്ങനെ അവരിങ്ങനെ ഇരിക്കുകയാണ്. ആട്ടൻ നമ്മുടെ ടാനാണെങ്കിൽ ഫാങ്ങിനെ കെട്ടിപ്പിടിച്ചിരുന്നിട്ട് ഇങ്ങനെ ക്യൂട്ടായിട്ട് പെരുമാറാണ്. അങ്ങനെ അത് കണ്ടിട്ട് അവനെ കളിയാക്കാനായിട്ട് പന്നാണെങ്കിൽ ചെയിനിനെ കെട്ടിപ്പിടിച്ചിട്ട് അവൻ പറഞ്ഞ അതേ ഡയലോഗ് പറഞ്ഞ് നമ്മുടെ ടാനിലായിട്ട് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം കാണിക്കുന്നത് എല്ലാവരും ഇങ്ങനെ ഉറങ്ങാൻ കിടക്കുകയാണ്. പക്ഷെ നമ്മുടെ പീമാണെങ്കിൽ രാത്രിയായിട്ടും ഉറങ്ങാതെ പുറത്തേക്ക് വന്നിരിക്കുകയാണ്. അവൻ വന്നിരിക്കുന്ന ടൈമിന് അവൻ്റെ അടുത്ത് ക്ലൂവൻ വന്നിരുന്നിട്ട് നീ ഉറങ്ങുന്നില്ലേന്ന് ചോദിക്കുകയാണ്. ആട്ടേൻ്റെ പീം എനിക്ക് ഉറക്കം വന്നില്ല, നീ ഉറങ്ങുന്നില്ലേന്ന് വെച്ചപ്പോൾ ക്ലൂവനാണെങ്കിൽ സ്ഥലം മാറി കിടന്നുകൊണ്ടായിരിക്കും എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല എന്ന് പറയാണ്. അവനങ്ങനെ ഇരിക്കുന്ന ടൈമിനാണെങ്കിൽ ക്ലൂവൻ പീമിൻ്റെ അടുത്ത് ആക്ച്വലി നീ ഭയങ്കര ഡിഫറൻ്റ് ആണ്, നിൻ്റെ ചുറ്റും എപ്പോഴും ഹാപ്പിനെസ് ആണ്, നീ എപ്പോഴും ബാക്കിയുള്ളവരെ ഹാപ്പിയാക്കും എന്നൊക്കെ പറയാണ്. ആ ടൈമിന് പീമാണെങ്കിൽ നമ്മളതിനിപ്പം മീറ്റ് ചെയ്തതല്ലേ ഉള്ളൂ, അപ്പോഴത്തേക്കും നീ ഇങ്ങനെയൊക്കെ ആലോചിച്ചോന്ന് ചോദിച്ചപ്പോഴത്തേക്കും ക്ലൂവനാണെങ്കിൽ ഇപ്പം മീറ്റ് ചെയ്തതേ ഉള്ളൂ, പക്ഷെ നിന്നെ കണ്ടപ്പോൾ എനിക്കങ്ങനെ ഫീൽ ചെയ്തത് നിനക്ക് മറ്റുള്ളവരുടെ ഉള്ളിലേക്ക് ഹാപ്പിനെസ് കൊടുക്കാൻ പറ്റും, നിൻ്റെ ചുറ്റും ഹാപ്പിനെസ് ഉണ്ടെന്നൊക്കെ പറയാണ്. ആ ടൈമിന് പീമാണെങ്കിൽ അങ്ങനെയൊക്കെ പറഞ്ഞത് താങ്ക്സ് പറയുന്നുണ്ട്. അവരങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ അങ്ങോട്ടേക്ക് പൊമ്മ് വന്നിട്ട് ഇതിങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. പൊമ്മിന് നല്ല വിഷമമുണ്ടായിരുന്നു. ഈ ഒരു ടൈമിൽ നമ്മുടെ പീമും ക്ലൂവനായിട്ട് ഊഞ്ഞാലായിരുന്നു ഇരിപ്പുണ്ടായിരുന്നത്. അങ്ങനെ ക്ലൂവനാണെങ്കിൽ നമുക്ക് ഊഞ്ഞാലാടിയിട്ട് മത്സരിച്ച് നോക്കിയാലോ എന്ന് ചോദിച്ച ശേഷം അവർ ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ കണ്ടിട്ട് അവൻ നല്ല വിഷമിക്കുന്നുണ്ട് പുമ്മ്. ഈ ഒരു ടൈമിൽ നമ്മുടെ പുമ്മിൻ്റെ പുറകിലായിട്ട് ബിയറും വന്ന് നിൽപ്പുണ്ടായിരുന്നു. ബിയറിന് നമ്മുടെ പുമ്മിൻ്റെ വിഷമമൊക്കെ മനസ്സിലാകുന്നുണ്ട്. അതായത് നമ്മുടെ ബിയറിനെ കണ്ടതും പുമ്മൊന്നും ഇണ്ടാതെ നടന്നു പോവാണ്. ബിയറപ്പോൾ പീമിനെയും ക്ലൂവിനെയും ഒന്ന് നോക്കിയ ശേഷം നേരെ പുമ്മിൻ്റെ അടുത്തേക്ക് ചെല്ലാണ്. പുമ്മ അപ്പോൾ അവിടെ അവരുടെ റൂമിൻ്റെ പുറത്തായിട്ടുള്ള സ്റ്റെയറിൻ്റെ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അങ്ങനെ ബിയർ അവൻ്റെ അടുത്ത് നിന്നിരുന്നിട്ട് നിനക്ക് പീമിനെ ഇഷ്ടമാണല്ലേ, ഞാൻ എത്ര വർഷമായിട്ട് നിൻ്റെ ഫ്രണ്ടായിട്ടുള്ളതാ, നിന്നെ കണ്ടു കഴിഞ്ഞാൽ ഇതൊക്കെ എനിക്ക് മനസ്സിലാകത്തില്ലെന്നാണോ നീ വിചാരിച്ചതെന്നൊക്കെ ചോദിക്കുകയാണ്. എന്നിട്ട് പുമ്മിനോട് ഇപ്പം നിൻ്റെ പ്രശ്നം എന്താണെന്ന് ചോദിക്കുകയാണ്. പുമ്മ സമയം അത് പിന്നെ ഞാനും അവനും തമ്മിൽ ഫസ്റ്റ് ഒരു ഡീലിലാണ് സ്റ്റാർട്ട് ചെയ്തത് ഇതെല്ലാം. ആക്ച്വലി അന്ന് ഞാനും അവന് ഫസ്റ്റ് മീറ്റ് ചെയ്ത് വഴക്കുണ്ടായ ടൈമിന് നമ്മൾ തമ്മിലൊരു ഡീല് വെച്ചായിരുന്നു. അതായത് അവൻ എൻ്റെ വേലക്കാരനായിട്ട് ഇരിക്കണം എന്ന് പറഞ്ഞിട്ടെന്ന് പറയാണ്. അതേട്ട് ബിയർ ഇതെന്നാൽ ഞങ്ങളോട് പറയാത്തേന്ന് ചോദിച്ചപ്പോൾ പുമ്മാണെങ്കിൽ അത് പീമിന് മറ്റൊരു അറിയണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് പറയാത്തേന്ന് പറയാണ്. ആട്ടേന് ബിയറാണെങ്കിൽ അങ്ങനെ നിങ്ങൾ ഡീലൊക്കെ വെച്ച് ഒരുപാട് ടൈം ഒരുമിച്ച് സ്പെൻഡ് ചെയ്തൊക്കെ ചെന്നപ്പോഴത്തേക്കും നിനക്ക് അവനോട് ഫീലിങ്സ് തോന്നിയല്ലേ എന്ന് പറയാണ്. ആട്ടേന് പുമ്മാണെങ്കിൽ എനിക്കറിയത്തില്ല എന്ന് പറയുന്നുണ്ട്. ഈ ഒരു ടൈമിന്
അവൻ്റെ അടുത്ത് ബിയറാണെങ്കിൽ എനിക്ക് ഒന്നേ പറയാനുള്ളൂ, നീ എന്തായാലും ഇപ്പോൾ ധൈര്യമായിട്ട് നിൻ്റെ ഫീലിങ്സ് പുറത്ത് കാണിക്ക്. അങ്ങനെ കാണിക്കാതെ വെച്ചുകൊണ്ട് നിന്ന് കഴിഞ്ഞാൽ ക്ലൂവൻ മിക്കവാറും അവനെ ഏറ്റെടുക്കുമെന്നാണ് എനിക്ക് തോന്നുന്നതെന്ന് പറയുന്നുണ്ട്. ഈ ഒരു ടൈമിൽ പുമ്മാണെങ്കിൽ ക്ലൂവൻ്റെ അടുത്ത് നേരത്തെ അവന് ഭീമിന് ഇഷ്ടമാണെന്ന് വന്ന് പറഞ്ഞു എന്ന് പറയാണ്. ഇട്ടനും ബിയറാണെങ്കിൽ അവൻ ഭയങ്കര ബോൾഡാണല്ലോ, നീയാണെങ്കിൽ ഉടനെ തന്നെ നിൻ്റെ ഫീലിങ്സ് അവൻ്റെ അടുത്ത് എക്സ്പ്രസ് ചെയ്യ്. നീ ഇപ്പോൾ എന്തായാലും ഓക്കെ അല്ലേ, നിൻ്റെ എന്താവശ്യം ഉണ്ടെങ്കിലും ഞാൻ കൂടെ ഉണ്ടായിരിക്കും, ഞാൻ ഫുൾ സപ്പോർട്ടാണ്. നീ ഇനിയിപ്പോൾ വന്നിടന്ന് ഉറങ്ങാനായിട്ട് പറയാണ്. ആട്ടേന് പൊമ്മ് ഞാൻ വരാം, നീ പൊക്കോളാനായിട്ട് പറഞ്ഞിട്ട് ബിയറിനെ അങ്ങ് റൂമിലേക്ക് ഇടാണ്. അങ്ങനെ ബിയറാണെങ്കിൽ പെട്ടെന്ന് വരണമെന്ന് പറഞ്ഞിട്ട് കയറി ചെല്ലാണ്. അവനങ്ങനെ ഇരിക്കുന്ന ടൈമിന് അങ്ങോട്ടേക്ക് അപ്പോൾ പീം വരാണ്. പീം അപ്പോൾ അവൻ്റെ അടുത്ത് നീ ഉറങ്ങിയില്ലേന്ന് ചോദിച്ചിട്ട് പുമ്മിൻ്റെ അടുത്തേക്ക് ചെന്നിരിക്കുകയാണ്. ആ സമയം പുമ്മാണെങ്കിൽ അത് പിന്നെ ഉറക്കം വന്നില്ല എന്ന് പറയുന്നുണ്ട്. ഈ ഒരു ടൈമിന് പീം എന്തെങ്കിലും പ്രശ്നമുണ്ടോ, എന്താ കാര്യം എന്ന് വെച്ചപ്പോൾ പുമ്മാണെങ്കിൽ അത് പിന്നെ എൻ്റെ മൂഡിപ്പോൾ തീരെ ശരിയല്ല, നമുക്ക് പിന്നെ സംസാരിക്കാൻ തുടങ്ങിയിട്ട് അവനവിടെ നിന്ന് എഴുന്നേറ്റ് ചെല്ലാണ്. അടന് പീം എന്താ കാര്യം എന്നിങ്ങനെ നോക്കുന്നുണ്ട്. അതിനുശേഷം പീം ഉറങ്ങാനായിട്ട് റൂമിൽ വന്നിരിക്കുകയാണ്. അടന് ഓൾമോസ്റ്റ് എല്ലാവരും ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ ടൈമിൽ പുമ്മ വന്നിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ പീം കുറച്ച് നേരം അവനെ വെയിറ്റ് ചെയ്തിരുന്നിട്ട് ഉറങ്ങാനായിട്ട് കിടക്കുകയാണ്. അടന് പുമ്മ അങ്ങോട്ടേക്ക് വന്നിട്ട് പീമിനോടൊന്നും പറയാതെ ഉറങ്ങാനായി കിടക്കുകയാണ്. ആ സമയം പീം പുമ്മിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് അവൻ്റെ തലയിലൊന്ന് തടവി കൊടുക്കുകയാണ്. അടന് പുമ്മ നീ എന്താ ചെയ്യുന്നതെന്ന് വെച്ചപ്പോൾ പീമാണെങ്കിൽ നീ നന്നിട്ട് ഉറങ്ങാനായിട്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നതെന്ന് പറയാണ്. ഏട്ടന് പുമ്മാണെങ്കിൽ നമ്മുടെ പീമിനെ നേർക്ക് തിരിഞ്ഞ് കിടന്ന ശേഷം അവൻ്റെ അടുത്ത് നീ എന്നെ ഒരു കുഞ്ഞിനെ പോലെയാണല്ലോ ട്രീറ്റ് ചെയ്യുന്നതെന്ന് പറയാണ്. പീം അതിന് മറുപടിയൊന്നും കൊടുക്കാതെ ഉറങ്ങാനായിട്ട് കണ്ണടച്ചെടുക്കുകയാണ്. ഏട്ടന് പുമ്മ വന്നിട്ട് അവനെ ഹഗ് ചെയ്യാണ്. ആ സമയം പീം എന്താ ചെയ്യുന്നതെന്ന് വെച്ചപ്പോൾ പുമ്മ് നേരത്തെ ഇങ്ങനെ ഉറങ്ങാനായിട്ടല്ലേ നീ എൻ്റെ തലയിൽ തടവി തന്നത്, നിന്നെ ഹഗ് ചെയ്ത് കിടന്നു കഴിഞ്ഞാൽ എനിക്ക് ഉറങ്ങാൻ പറ്റുമെന്ന് പറയാണ്. പീം ആ സമയം പുമ്മിനെ തള്ളി മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. പുമ്മ ഇപ്പോൾ അനങ്ങാതെ കിടക്ക്, എനിക്ക് ഉറങ്ങണമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ പീമിനെ ഹഗ് ചെയ്യാണ്. ആ ടൈമിലാണെങ്കിൽ നമ്മുടെ പുമ്മാണെങ്കിൽ പീമിൻ്റെ അടുത്തേക്കൊക്കെ ചെല്ലുന്നുണ്ട്, കിസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ആ സമയം പീമാണെങ്കിൽ നീ അവസരം മുതലെടുക്കുകയാണല്ലേ എന്ന് പറയാണ്. ആ ടൈമിന് പുമ്മ ഞാൻ നിനക്കൊരു ഗുഡ് നൈറ്റ് കിസ് തരട്ടെ എന്ന് പറഞ്ഞിട്ട് അവന് കിസ് ചെയ്യാനായിട്ട് ചെല്ലാണ്. ആ ടൈമിന് പക്ഷേ പീമ അവനെ തടങ്ങി വയ്ക്കുകയാണ്. എന്നിട്ട് പുമ്മാണെങ്കിൽ ഒന്ന് കിസ് തരാനായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ പീമാണെങ്കിൽ ഇൻഡയറക്റ്റായിട്ട് അവനൊരു കിസ് കൊടുക്കുകയാണ്. അതിനുശേഷം അവരുടെ ഒരു ഹഗ് ചെയ്തുകൊണ്ട് കിടന്നുറങ്ങാണ്. അതും കാണിച്ചുകൊണ്ട് ഈ ഒരു എപ്പിസോഡിലൂടെ എൻഡ് ആവുകയാണ്. ഒരു എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ ഇട്ടുതരുന്നവരെ ബൈ.